ഇന്ത്യ 79-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വത്തിൽ നിന്നും മോചനം നേടിയ ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൂടെ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാഷ്ട്രങ്ങളെപ്പോലും വെല്ലുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതശൈലിയും മാറിക്കൊണ്ടിരിക്കുന്നു. ജാതി, വർഗം, മതം, ഭാഷ, പദവി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യത്യസ്തമായ രീതിയിലൂടെ നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ജാതി വ്യവസ്ഥ മാറ്റിമറിച്ചു, വർഗീയ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇന്ത്യ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ശാസ്ത്രീയമായും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് 3-ാം സ്ഥാനത്ത് സാമ്പത്തിക മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ഭാരതം. അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിലും വാങ്ങിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും മുൻപന്തിയിൽ തന്നെയാണ് ഇന്ത്യ എന്ന് പറയാം. മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയെ തൊട്ടുകളിച്ചാൽ അതിൻ്റെ ഫലം അറിയും എന്ന രൂപത്തിൽ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ ഇച്ഛാശക്തി കൊണ്ട് ഇന്ത്യ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഭരണാധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മഹിമ നാം തിരിച്ചറിയുകയും ചെയ്യുന്നു. കുറച്ച് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അഥവാ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നാം ഭാരതം എന്ന് പറയുന്നത് മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, അതുപോലെ തെക്കും കിഴക്കും പടിഞ്ഞാറും സമുദ്രത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭാരതം. ഈ ഭാരതം കങ്കാരുവിൻ്റെ കുട്ടിയെ ഒരു കങ്കാരു സംരക്ഷിക്കുന്നത് പോലെയാണ് പ്രകൃതി ഭാരതത്തെ സംരക്ഷിക്കുന്നത് എന്ന് പറയാം. ഇവിടെ പല ഭരണാധികാരികളും ഭരണം നടത്തി. വിദേശ ഭരണാധികാരികൾക്ക് ഇന്ത്യയെ ആക്രമിക്കുക എന്നതും അതുപോലെ ഇന്ത്യയിൽ ഭരണം നടത്തുക എന്ന ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് വിദേശങ്ങളിൽ പോയി ഭരണം നടത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പല വിദേശ ചക്രവർത്തിമാരും ഇന്ത്യ ഭരിച്ചു. നേരത്തെ തന്നെ നമ്മുടെ സംസ്കാരത്തെ അട്ടിമറിച്ചുകൊണ്ട് പല വിദേശികളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിന്ധു നാഗരികത തൊട്ട് ആരംഭിക്കാം. BC 3250-നും 2750-നും ഇടയിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വളർന്നു വികസിച്ച ഒരു സംസ്കാരമായിരുന്നു സിന്ധു നാഗരികത. മോഹൻജദാരോ, ഹരപ്പ, ലോത്തൽ, രംഗപൂർ, ചാൻഹുദാരോ എന്നിവിടങ്ങളിലെല്ലാം വ്യാപിച്ച ഒരു സംസ്കാരം. അതിനുശേഷം അതാ ഇൻഡോ ജർമ്മനിക് ഭാഷാ വിഭാഗത്തിൽപ്പെട്ട ആര്യന്മാർ ബോളൻ, ഖൈബർ ചുരങ്ങൾ വഴി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിച്ചേരുന്നു. അവരാണ് ആര്യന്മാർ എന്നറിയപ്പെടുന്നത്. ഈ ആര്യന്മാർ അവരുടേതായിട്ടുള്ള വേദങ്ങളുമായിട്ട് ഇന്ത്യയെ സമീപിച്ചു. ഋഗ്വേദം, ആ ഋഗ്വേദ കാലഘട്ടത്തിൽ ഋഗ്വേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പിൽക്കാല വേദകാലം വന്നു. ആ കാലഘട്ടത്തിൽ യജുർവേദവും സാമവേദം, അഥർവേദം എന്നിവയും പുരാണങ്ങളും ഇതിഹാസങ്ങളും ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ഒക്കെ രചിച്ച കാലഘട്ടം. അതിൽ ഉപനിഷത്തുകൾ 108ഓളം ഉണ്ടെങ്കിലും അതിൽ ചാതുക്യ, ബൃഹദാരണ്യക, മുണ്ടക, മാണ്ഡൂക്യ, കഠോപ, ഐതരേയ പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ ഇവ. അതുപോലെ തന്നെ മനുസ്മൃതിയും ധർമ്മ ശാസ്ത്രങ്ങളും സൂത്രങ്ങളും രചിച്ചിട്ടുണ്ടായിരുന്നു പിൽക്കാല വേദകാലത്ത്. പിന്നീട് അതാ വരുന്നു അറബികളുടെ സിന്ധാക്രമണം. AD 712 കൂടിയാണ് അറബികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മുടെ മുഹമ്മദ് ഘോറി, മുഹമ്മദ് ഗസ്നി എന്നിവരും പിന്നീട് പല രാജവംശങ്ങളും വന്നു. അടിമ രാജവംശം, ഖിൽജി രാജവംശം, തുഗ്ലക് രാജവംശം, സെയ്ദ് രാജവംശം, ലോധി രാജവംശം. ഇവർക്ക് ശേഷം മുഗളന്മാർ വന്നു. ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, അക്ബർ, ഔറംഗസീബ് ഇങ്ങനെയുള്ള ഭരണാധികാരികളൊക്കെ വന്നിട്ടും ഇന്ത്യ മൊത്തമായിട്ടും ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ്. പ്രധാനപ്പെട്ട കാരണം ഭാഷാ വൈവിധ്യം തന്നെയാണ്. ഇതിനിടയിലാണ്
4 പ്രധാനപ്പെട്ട യൂറോപ്യന്മാരും ഇന്ത്യ ഭരിക്കാൻ എത്തിയത് പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. 1498 പോർട്ടുഗീസുകാരനായ വാസ്കോ ഡി ഗാമ കാപ്പാട് കാലുകുത്തി. പിന്നീട് പോർട്ടുഗീസുകാർ ഗോവ, ഡിയു, ഡാമൻ, സാൽസെറ്റ്, ഹുഗ്ലി, ബോംബെ, സാന്തോ, ബസിൻ എന്നിവിടങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ 1602 എത്തിയ ഡച്ചുകാർ നാഗപട്ടണം, മസിലിപ്പട്ടണം, ചിൻസൂറ, സൂററ്റ്, കൊല്ലം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലും മേധാവിത്വം സ്ഥാപിച്ചു. പിന്നീട് ഇംഗ്ലീഷുകാർ 1608 ഇംഗ്ലീഷുകാർ ഇവിടെ എത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ആരംഭിച്ച് ഇന്ത്യയിലേക്ക് പ്രയാണം ആരംഭിച്ച ഇംഗ്ലീഷുകാർ ബോംബെ, ഡൽഹി, കൽക്കത്ത, ആഗ്ര, അലഹാബാദ് ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കൈയടക്കി ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് ഫ്രഞ്ചുകാരും എത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം, ആർക്കാട്, വാണ്ടിവാഷ് എന്നിവിടങ്ങളിലും അവരുടേതായിട്ടുള്ള മേധാവിത്വം സ്ഥാപിച്ചു. ഇങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ അതുപോലെ മറ്റ് പല വിദേശ ചക്രവർത്തിമാരും സ്വദേശ ഭരണാധികാരികളും ഒക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയെ മൊത്തമായിട്ടും ഭരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 549 നാട്ടുരാജാക്കന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായി പട്ടേൽ നാട്ടുരാജ്യങ്ങളെ മൊത്തത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയുണ്ടായി. എന്നാൽ 3 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ ചേരാതെ നിലകൊണ്ടു. ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ് എന്നിവയാണ്. ഇവ 3നെയും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇന്ത്യൻ യൂണിയനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചു. പിന്നീട് ഇന്ത്യ കുതിക്കുകയാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നു. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഇന്നും ലൈഫ് മിഷനിലൂടെ വീട് ഒരു സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ, അവർക്ക് ഗവൺമെൻറ് പലതരത്തിലുള്ള സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവേണ്ട ഏതെല്ലാം മേഖലകളിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ഇന്ത്യ ഇന്ന് കുതിക്കുകയാണ്. ലോകത്ത് 3ാം സ്ഥാനത്ത് പല കാര്യത്തിലും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഈ അടുത്ത കാലത്തായിട്ട് സാറ്റലൈറ്റും അതുപോലെ തന്നെ ബഹിരാകാശ യാത്രയും നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് ഭാരതം എന്ന് പറയാം. ഭാരതത്തിലെ ജനതയിൽ പലതരത്തിലുള്ള ഭാഷകളുണ്ടെങ്കിലും ഈ ഭാഷാ ഭേദങ്ങളുണ്ടെങ്കിലും ഇതുവരെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന ഏതോ ഒരു ഘടകം ഓരോരുത്തരുടെ മനസ്സിലും ഹൃദയത്തിലും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതുതന്നെയാണ് നമ്മുടെ സാംസ്കാരിക ഗരിമ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ പല ഭാഷകളും സംസ്കാരങ്ങളും വേഷങ്ങളും ആചാരങ്ങളും ഭക്ഷണ രീതികളും ഒക്കെയുള്ള ഈ ഭാരതത്തിലെ ജനതയെ കൂട്ടിയിണക്കുന്ന ഒരു മന്ത്രം തന്നെയുണ്ട്. അത് ഭാരതം എന്ന സത്യം തന്നെയാണ്. ദേശം, രാഷ്ട്രം, ഭാരതം എന്ന ദേശരാഷ്ട്രമാണ് നമുക്കേറ്റവും വലുത്. നമ്മുടെ മതത്തെക്കാളും ജാതിയേക്കാളും ഭാഷയെക്കാളും എല്ലാറ്റിനും വലുത് നമ്മുടെ രാജ്യമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യസ്നേഹത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയാം. സ്വാതന്ത്ര്യദിനം ഇനിയും നമ്മൾക്ക് കൂടുതൽ കരുത്തു നൽകും എന്ന് ഉറപ്പാണ്. ഇനിയും മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് പകരട്ടെ. നമ്മുടെ ഭാരതീയരിൽ ഓരോരുത്തരും തോളോട് തോൾ ചേർന്നുകൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഭാരത് മാതാ കി ജയ്. ജയ് ഹിന്ദ്. ഞാൻ ചന്ദ്രൻ, PPC തൊട്ടിൽപ്പാലം.